അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഫാബിയൻ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14 ജൂലൈ 2022 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന നിയോഗം എന്ന് പറയുന്നത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബിടെക് പഠിച്ചിട്ട് 4 വർഷത്തിന് ശേഷമാണ് മാസ്റ്റേഴ്സ് പഠിക്കാൻ തീരുമാനിച്ചത്. 4 വർഷമല്ല, 5 വർഷത്തിന് ശേഷം. അപ്പോൾ എനിക്ക് ഡൗട്ടുകളുണ്ടായിരുന്നു, ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ, 5 വർഷമായില്ലേ, പണ്ടത്തെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാനൊരു എന്താ പറയുക, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നുമല്ല. എൻജിനീയറിങ് പഠിച്ചു, സിവിൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. ഒരു ആവറേജ് മാർക്കാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ കുറച്ചും കൂടി ഹയർ എഡ്യൂക്കേഷനല്ലേ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് നല്ല മാർക്ക് കിട്ടണേ എന്നുള്ള നിയോഗം ഞാൻ വെച്ചത്. അപ്പോൾ അതുവഴി ഞാൻ പരീക്ഷകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഒപ്പം കാശുരൂപമായിട്ട് ആയിരിക്കും ഞാൻ പോവുക. അപ്പോൾ അതുവഴി എനിക്ക് 1.33 ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ 1.0 to 5.0 ആണ് ഗ്രേഡിംഗ് സിസ്റ്റം. അതിൽ 1.0 എന്ന് പറയുന്നത് ടോപ്പാണ്. അതിൽ ത്രൂ ഔട്ട് മാസ്റ്റേഴ്സിന് മൊത്തം ആവറേജ് 1.33 ഗ്രേഡ് എനിക്ക് കിട്ടി. അതുമൂലം ഞാൻ ക്ലാസ്സിലെ ടോപ്പറും കൂടിയായി. ബിടെക്കിൽ ആവറേജ് ആയിരുന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് മാസ്റ്റേഴ്സിന് ഒരു ടോപ്പർ സ്ഥാനത്തേക്ക് എനിക്ക് കിട്ടിയത്. 2, ഈ കോഴ്സിന് സിംഗപ്പൂരിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ഇതൊരു ഫീസുള്ളൊരു കോഴ്സായിരുന്നു. വളരെ ഹൈ ഫീസായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസ് 2 പേരും റിട്ടയേർഡാണ്. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ആവശ്യം ഇതിന് സ്കോളർഷിപ്പ് കിട്ടണേ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് 5ഓളം സ്കോളർഷിപ്പിലൂടെ 17 ലക്ഷത്തോളം രൂപ എനിക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടി. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകൾ മൂലമാണെന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. 3, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സിംഗപ്പൂരിലാണ്. സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണ്. അവിടെ ജോലി കിട്ടൽ കുറച്ച് ടഫായിക്കൊണ്ടിരിക്കുമായിരുന്നു. സിംഗപ്പൂർ ഗവൺമെൻറ് അവിടുത്തെ സിറ്റിസൺസിനെ പ്രിഫർ ചെയ്യുന്നൊരു സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി വഴി ജർമ്മനിയിലേക്ക് എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ, കോഴ്സ് മാറലല്ല, സെയിം കോഴ്സ് തന്നെ അവിടെ പാരൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതെടുത്തു. ജർമ്മനിയും സിംഗപ്പൂർ പോലെ ഏകദേശം സിമിലർ ആയിരുന്നു. അവിടുത്തെ ഡിഫിക്കൽട്ടീസ് വേറെ തരമായിരുന്നു. അവിടെ ജർമ്മൻ ഭാഷ വേണം. എൻ്റെ മനസ്സിൽ ഞാൻ ഈ മാസ്റ്റേഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പുതിയൊരു ലാംഗ്വേജ് പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പോയത്. അതുകൊണ്ടിട്ടാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള സിംഗപ്പൂരിലേക്ക് തന്നെ ചൂസ് ചെയ്തത്. പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കൺട്രിയാണ് ജർമ്മനി. അവിടെ എത്തപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് ജോലി കിട്ടാൻ ജർമ്മൻ വേണം. അതുകൂടാണ്ട് അവിടെ എക്സ്പീരിയൻസും വേണം. നാട്ടിലെ എക്സ്പീരിയൻസിന് യാതൊരുവിധ വാല്യൂ ഇല്ല. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് ഫസ്റ്റ് ഇയർ തന്നെ കുറേ എക്സ്റ്റേണൽ ഹെൽപ്പുകളോടുകൂടി എനിക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ജോബ് ആയിരുന്നില്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവിടുത്തെ നമ്മൾ വിഷയമാണോ പഠിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണ് ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ് ആവുക. അപ്പോൾ എൻ്റെ ഈ കുറേ ഹെൽപ്പുകൾ കാരണം എനിക്ക് എൻ്റെ ആദ്യത്തെ പാർട്ട് ടൈം ജോലി ഞാൻ പഠിക്കുന്ന വിഷയത്തിൻ്റെ അതേ മേഖലയിൽ തന്നെ എനിക്ക് ഒരു ജോലി റെഡിയായി. അവിടെ ജർമ്മനിയിൽ വർക്കിംഗ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ ഒരു പ്രൊഫഷണൽ കമ്പനിയുടെ പാർട്ടായിട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതുകൂടെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പേടിയായിരുന്ന ജർമ്മൻ ഭാഷയും ഞാൻ പഠിച്ചു തുടങ്ങി. ഒരു ഇൻട്രസ്റ്റും എന്താ പറയുക, സ്വന്തമായിട്ട് ഒരു വർഷത്തിന് മുന്നേ എനിക്ക് ആ ഒരു പുതിയ ഭാഷ പഠിക്കാനൊരു ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഒരു എക്സ്റ്റേണൽ ഒരു പുഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു. ഓരോ സെമസ്റ്ററിലും ഓരോ ലെവൽ വീതം A1 മുതൽ ഒരു B2 വരെ ഞാൻ പയ്യെ പഠിച്ചു.
പക്ഷേ എന്നിരുന്നാലും ഇത് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. യൂണിവേഴ്സിറ്റി സബ്ജക്റ്റുകളുടെ അതൊരു പ്രൊഫഷണൽ ഒരു കോഴ്സ് ആയിട്ടല്ല ഞാൻ പഠിച്ചത്. അപ്പോൾ പൂർണ്ണമായിട്ട് B2 ലെവലൊന്നും ഞാൻ എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഗ്രാമർ ജർമ്മൻ ഭാഷ പഠിക്കുന്നവർക്ക് അറിയാം, അത് കുറച്ച് ബുദ്ധിമുട്ടേറിയൊരു സംഭവമാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളും കൊണ്ട് ബേസിക്കായിട്ടുള്ള കോൺവെർസേഷൻസും മനസ്സിലാക്കലും എനിക്ക് പോസിബിളായിട്ട് വന്നു. അപ്പോൾ ഇനി ഞാൻ പഠിച്ചിറങ്ങി 1.33 ഗ്രേഡോടുകൂടി പഠിച്ചിറങ്ങി. ഇനി ജോലി അന്വേഷിക്കാനുള്ള സമയമായി. ഈ ഇൻ്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഫ്ലുവൻറ്റ് ജർമ്മൻ അത്യാവശ്യമാണ്. ഞാനപ്പോൾ 4ഓളം ഇൻ്റർവ്യൂവിലിരുന്നു. ഈ അവസാനം 4ാമത്തെ ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ഒരു ജോലി കിട്ടിയത്. അവിടുത്തെ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. പക്ഷേ ഈ കമ്പനിയിൽ നിന്ന് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പിന്നീട് വായിച്ചപ്പോഴാണ് അവിടെ C1 ലെവൽ ജർമ്മൻ, C1 എന്ന് പറയുമ്പോൾ ഏകദേശം അതിനുശേഷം ഒരു ലെവലും കൂടി ഉള്ളൂ C2. C1ഉം C2ഉം ഏകദേശം നേറ്റീവ് ലെവൽ സ്പീക്കറാണ്. ആ ഒരു ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം എക്സ്റ്റേണലായിട്ട് എൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളുണ്ട്. മാതാവിനും യേശുവിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടുകൂടി ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന എന്നെ പോലത്തെ വിദ്യാർത്ഥികൾക്കും അതുകൂടാണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവർക്കും മാതാവിൻ്റെ കരുണയും ഇടപെടലുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാണ്ട് ഞാൻ ജർമ്മനിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളെ പള്ളിയിൽ പറഞ്ഞു വിടാനൊന്നും ആരും നമ്മുടെ പാരൻസോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വീട്ടിൽ ആയിരിക്കുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധം മൂലം പള്ളിയിൽ പോകുന്നതാണല്ലോ നമ്മൾ പലരും. അവിടെ പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമില്ല. നമുക്ക് അലസത ഉണ്ടാവാം, ഞായറാഴ്ച ചിലപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോവാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവുക എന്നുള്ളത് എൻ്റെ ഒരു ബേസിക് ഇതാക്കി എനിക്ക് മാറ്റാൻ സാധിച്ചു. അതുകൂടാണ്ട് ജർമ്മൻ ഈ കുർബാന കൂടുന്നതും ജർമ്മൻ പള്ളിയിലായിരുന്നു മിക്കതും. അതുകൂടാണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ കൂടാനും ഉള്ളൊരു പ്രോത്സാഹനം എനിക്ക് എവിടുന്നോ കിട്ടി. അത് ഇവിടെ യാതൊരുവിധ ജീസസ് യൂത്തോ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കാറില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ ഞാൻ പള്ളിയിലേക്കും വിശ്വാസത്തിലേക്കും ഞാൻ അടുത്തു. അങ്ങനെ ജർമ്മൻസിൻ്റെ കൂടെ ഉള്ളൊരു ഗബീറ്റ്സ് ക്രൈസ്റ്റ് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പോകാനും എനിക്ക് സാധിച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ അന്ന് 3 വർഷങ്ങൾക്ക് മുന്നെയാണ് പോയത്. ആ സമയത്ത് ഞാൻ കൊണ്ടുപോയ പത്രം അവിടെ ജർമ്മൻസിനും പിന്നെ അതുകൂടാണ്ട് കൂട്ടുകാർക്കും കൊടുക്കുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാരോട് അക്രൈസ്തവരായിട്ടുള്ള കൂട്ടുകാരോടും ഞാൻ എൻ്റെ ഈ അത്ഭുതങ്ങളെക്കുറിച്ചും കൃപാസനത്തിനെക്കുറിച്ചും ഇവിടെ എഴുതി 1, 2, 3, 6 വരെ എഴുതി വെക്കുന്ന കാര്യങ്ങളും അതിൽ ഓരോന്ന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗമായിട്ട് തന്നെ എനിക്ക് എന്താ പറയുക ഒരു ടാലൻ്റ് സ്പെൻഡ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മുടെ ടാലൻസ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്ലബ്ബാണ്. അതിലൂടെ ബ്ലഡ് ഡൊണേഷൻ അതുപോലെയുള്ള കാരുണ്യ പ്രവർത്തികൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നതും വേസ്റ്റായി പോകുന്ന ഭക്ഷണങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താഫൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു ക്ലബ്ബാണ്. ഈ ക്ലബിൻ്റെ ഭാഗമാകാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും എനിക്ക് ഇതിലൂടെ സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞ എൻ്റെ മാതാവിനും കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അവസരത്തിൽ ആ കുഷ്ഠരോഗി സൗഖ്യം ലഭിച്ചതിന് ശേഷം ചെയ്ത പ്രവൃത്തിയാണ്. ഈശോ ഇത് ആരോടും പറയരുത് എന്നാണ് അവനോട് പറഞ്ഞത്. പക്ഷെ അവൻ പുറത്തു പോയി വളരെ പേരോട് ഇതിന് ഈശോയെക്കുറിച്ച് പറയുവാനും പ്രസിദ്ധപ്പെടുത്താനും തുടങ്ങിയെന്ന സന്ദർഭമാണ് ഈ സന്ദേശത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. ഫേബിയൻ എന്ന ഈ മകൻ
ഒരു ആവറേജ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നിവിടെ ഏറ്റുപറയുകയുണ്ടായി. അതിൽ നിന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഈ ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകന് ലഭിച്ചത് ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. മകനിവിടെ പറയാൻ സാധിക്കുന്നത്, ഞാനൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എന്നെ ഉയർത്തി എന്നാണ് ഈ മകൻ ഏറ്റുപറയുന്നത്. സിംഗപ്പൂർ പോയി മാസ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക നിലവാരം മകനില്ലായിരുന്നെങ്കിൽ കൂടി അവൻ അവിടെ ചെന്ന് ഈ ഉടമ്പടിയായിരുന്നു ഫേബിയൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അവസ്ഥ, ഒരു ജീവിത സമ്പാദ്യം. ആ സമ്പാദ്യത്തിലൂടെ, ഉടമ്പടി എന്ന സമ്പാദ്യത്തിലൂടെയാണ് 5 സ്കോളർഷിപ്പ് ഹെൽപ്പ് ഈ മകന് ലഭിച്ചത്. മകൻ ഏറ്റു പറയുന്നത്, എനിക്ക് 17 ലക്ഷത്തോളം രൂപ ഞാനിവിടെ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടാത്ത ഒരു വലിയ സ്കോളർഷിപ്പ് വളരെ ഫ്രീ ആയി എനിക്ക് പഠിക്കുവാനും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനും എൻ്റെ വീടിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു വലിയ എമൗണ്ട് എനിക്ക് സാധ്യമായത് ഉടമ്പടി മാത്രമാണെന്ന് ഈ മകനോട് ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നീ മകനെ ഏറ്റുപറയാൻ സാധിക്കുന്നത്, ജർമ്മൻ ലാംഗ്വേജ് നമ്മുടെ മക്കളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റേജ് ഇവിടെ B2 ആണെങ്കിലും മകൻ അവിടെ ചെന്ന് മനുഷ്യരോടുള്ള സമ്പർക്കം മൂലവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും മകനെ C1 ലെവൽ ഒരു നേറ്റീവ് സ്ലാങ്ങിലേക്ക് എത്താൻ മാത്രം ഈ മകനെ ദൈവം ഉയർത്തി എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ഏതെല്ലാം സ്ഥിതികളാണോ ഒരു 0 പോയിന്റിൽ എത്തുന്നത്, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ ജീവിതത്തിൽ ആരംഭിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ പ്രഖ്യാപിക്കുവാനും ക്രിസ്തു ജീവിതം മുന്നോട്ട് വയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഫേബിയൻ പറയുന്നത് പോലെ, ഞാൻ എവിടെയായിരുന്നപ്പോൾ, നാട്ടിലായിരുന്നപ്പോൾ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പൈസ് അസോസിയേഷനിലും അതുപോലെ തന്നെ കരിസ്മാറ്റിക് ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്ത് പാരിഷിനോട് ചേർന്ന് ജർമ്മൻ മക്കൾക്ക് പത്രം കൊടുക്കുവാനും അവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുമൊക്കെയുള്ള ഒരു വലിയ ലാഘവത്തോടു കൂടി അവിടെ ഏർപ്പെടുവാനുള്ള കൃപ ഈ മകന് ലഭിച്ചു എന്ന് മകനേറ്റ് പറയുകയാണ്. നമുക്ക് അറിവും പരിചയമില്ലാത്ത സഹോദരങ്ങളെ പരിചരിക്കുമ്പോഴും ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയാണ് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിനെ നമുക്ക് നമ്മെ തന്നെ ഈശോയിൽ നിലനിർത്തുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് ഈ മകനെ 2 സാമുവേൽ അധ്യായത്തിലൂടെ പറയാനായിട്ട് ഈ മകന് സാധിക്കും. ഒരു ശാശ്വതമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇന്ന് ഈ മകൻ വൾത്താരയിൽ ഈ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ എല്ലാം അവിടെയുള്ള ടാലൻറ്റ് ക്ലബിൽ ഒരു എക്സ്പോഷർ പ്രോഗ്രാം കൊടുക്കുവാനും എവിടെയെല്ലാം ബ്ലഡ് ഡൊണേഷൻ ആവശ്യമുണ്ടോ, എനിക്ക് എന്തെല്ലാം ടാലൻ്റ് ഉണ്ടോ, ദൈവം എനിക്ക് എന്തെല്ലാം തന്നു, ഒരു വിശ്വസ്തയോടുകൂടി ഒരു ഏൽപ്പിച്ച ഒരു കാര്യസ്ഥനെ പോലെ അദ്ദേഹത്തിന് കൃത്യമായി ഈശോയെ ഏറ്റുപറയുവാനുള്ള കൃപയും സാഹചര്യവും നൽകി എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന, വിദേശത്തേക്ക് പോകുന്ന മക്കൾ ഒരു പക്ഷേ വളരെയധികം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ട് അവിടെ ചെന്ന് ജോലിയിലും പ്രവൃത്തികളിലും സമ്പാദ്യത്തിലുമെല്ലാം ഏർപ്പെട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ മറന്നുപോകുന്ന, ഈശോയെ അല്പം മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ നാം കണ്ണീരോടുകൂടി ഈ കൃപാസനത്തിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ നിന്ന് പോയതിലും വളരെ നന്നായി ജീവിക്കുവാൻ, ഈശോയോട് അടുക്കുവാൻ ഈ മകന് കൃപ ലഭിച്ചതിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അതിൽ അവിടെ ചെന്ന് കൂടുതൽ ഈശോയെ അടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കാതെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫേബിയൻ്റെ ഈ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.